എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ജപ്പാൻ വേഴ്സസ് ബ്രസീൽ മത്സരത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ബ്രസീലിന്റെ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രസീലിനെ ഈ ഒരു 3 കളി കണ്ടൊന്നും അളക്കാൻ പറ്റില്ല എന്നുള്ളത്. ആ ഒരു റൗണ്ട് ഓഫ് 32 16 കൂടി കഴിഞ്ഞാലേ അതുകൂടി കടന്നാലേ നമുക്ക് ബ്രസീലിന് എത്രത്തോളം ചാൻസ് ഉണ്ടെന്ന് പ്രവചിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം അതിൽ ഒന്നാമത്തെ കടമ്പ ജപ്പാൻ എന്ന കടമ്പ താണ്ടിയിരിക്കുകയാണ് ബ്രസീൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കളി കണ്ട ആൾക്കാർക്കൊക്കെ പറയാനുണ്ടാകുക ഈ ഒരു വേൾഡ് കപ്പ് ആ ഒരു ജപ്പാൻ ഈ ഒരു സാഹചര്യം വരെ, അതായത് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം ബുധനാഴ്ച ഈ ഒരു സാഹചര്യം വരെ വേൾഡ് കപ്പിൽ നടന്നതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നല്ല ഏറ്റവും മികച്ച മത്സരത്തിൻ്റെ ഒന്നാം സ്ഥാനത്തുള്ള മത്സരം തന്നെയാണ് ഈ ഒരു ജപ്പാൻ വേഴ്സസ് ബ്രസീൽ. അങ്ങനത്തെ ഒരു ഇതാണ് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ബ്രസീൽ ആദ്യം ഫസ്റ്റ് ഹാഫിൽ ബ്രസീൽ പിന്നിൽ നിൽക്കുന്നു. പിന്നെ ആ ഒരു കാർലോ ആൻസലോട്ടിൻ്റെ സാധാ ടൈപ്പ് കംബാക്ക് നമ്മൾ ആ ഒരു മത്സരത്തിൽ കണ്ടു. ഇപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പല പ്രഡിക്റ്റേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് ഈ ഒരു ബ്രസീലിനെ ജപ്പാൻ അട്ടിമറിക്കും എന്നുള്ളതാണ് പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ജപ്പാന് പഴയ മാറിക്കാത്ത ടീമൊന്നുമല്ല, ജപ്പാൻ അടിപൊളി മാനേജറുണ്ട്, ജപ്പാൻ ജർമ്മനീനെ തോൽപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിൽ, അതിൻ്റെ മുന്നത്തെ വേൾഡ് കപ്പിൽ സ്പെയിനെ ആ ഒരു വേൾഡ് കപ്പിൽ തോൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ജപ്പാനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകൾക്കും 100 നാവായിരുന്നു ഇതിന് മുന്നേ എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കളി കണ്ടപ്പോൾ എനിക്ക് ജപ്പാന് അത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ടാകാം, പക്ഷേ ആ ഒരു കളിയിൽ അത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജപ്പാനെ ഇപ്പോൾ അണ്ടർഡോഗ്സ് ഒന്നായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം ജപ്പാൻ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ക്വാഡ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ യൂറോപ്യൻ ടീംസിനൊക്കെ പറയുന്ന ആ ഒരു തരത്തിലേക്ക് ജപ്പാനൊക്കെ അവരുടെ സ്ക്വാഡ് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ജപ്പാൻ ഒരു ടീമിനെ, അതായത് ജർമ്മനീനെ ജപ്പാൻ തോൽപ്പിച്ചാൽ അത് സ്വാഭാവികമാണെന്ന് പറയേണ്ട ആ ഒരു സാഹചര്യത്തിലാണ്. അല്ലാതെ പണ്ടത്തെ ജപ്പാൻ ജർമ്മനിയെ തോൽപ്പിക്കുമ്പോൾ ജർമ്മനീനെ അട്ടിമറിച്ചു എന്ന് പറയാം. ഇപ്പോൾ ജപ്പാൻ പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ക്വാഡ് ഉണ്ട്, യൂറോപ്പിലൊക്കെ അടക്കം അവരുടെ പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ജപ്പാൻ ഇപ്പോൾ ഒരു ചെറിയ ടീമൊന്നുമല്ല. ജപ്പാന് വേണ്ടി വന്നാൽ ഈ ഒരു ജർമ്മനി ആണെന്നുണ്ടെങ്കിൽ, സ്പെയിൻ ആണെന്നുണ്ടെങ്കിൽ, ഫ്രാൻസിനോട് വരെ ഒരു പൊരുതി നിൽക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ക്വാഡാണ്. അപ്പോൾ അട്ടിമറിച്ച് തോൽപ്പിച്ചെന്നുള്ള ആ ഒരു പ്രയോഗമൊന്നും എനിക്ക് ശരിയായിട്ട് തോന്നില്ല. കാരണം ജപ്പാനും വലിയൊരു ടീമാണെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ജപ്പാന് അട്ടിമറിച്ച് ഈ ഒരു കളി ജയിക്കും എന്നുള്ള പ്രവചനങ്ങൾ കുറേ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ കുറിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അട്ടിമറിയല്ല, ഈ ബ്രസീലിനോട് ജപ്പാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അട്ടിമറി ചെയ്യുന്നല്ല, സ്വാഭാവികമായിട്ടുള്ളൊരു ജയമാണെന്നുള്ളതാണ്. കാരണം ജപ്പാനൊന്നും പണ്ടത്തെ മാർക്കല്ല, നിങ്ങളോട് ഇനി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എനിക്ക് ആവശ്യമില്ല. അപ്പം എന്തായാലും ജപ്പാനാണ് ആദ്യമായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കളീൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജപ്പാൻ ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കും, പാസ് ഇട്ട് പന്ത് ബ്രസീലിന് കിട്ടൂല, അങ്ങനത്തെ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ, അതായത് പാസ് ഇട്ട് ആ ഒരു നമ്മളെ ഈ ഒരു സെൻട്രൽ ബാക്സിനെയൊക്കെ വട്ടം കളിപ്പിച്ചു, അതായത് ആ ഡാനിലോൻ്റെ വിങ്ങൊക്കെ നല്ല യൂട്ടിലൈസ് ചെയ്ത് കളിക്കും എന്നൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഗോൾ ഒഴിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ജപ്പാൻ ആ കളിയിലേ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ ഒരു ഗോൾ എന്ന് പറയുന്നത് അത് അവരുടെ ആ ഒരു ഇതുകൊണ്ടാണ്. കാരണം ഒരു ചാൻസ് കിട്ടി, ആ ഒരു ചാൻസ് അവർ യൂട്ടിലൈസ് ചെയ്തു. അവിടെ ബ്രസീലിനെ ജപ്പാന് ഞെട്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷേ അപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ട് പ്രൊഡിക്റ്റേഴ്സ് പറയുന്നതൊക്കെ ശരിയാണെന്നുള്ളത്. പക്ഷേ ഈ ഒരു ജപ്പാൻ്റെ മാനേജർ അവിടെ നിൽക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കാർലോ ആൻസലോട്ടിയാണ്. ആൻസലോട്ടിൻ്റെ പോസ്റ്റിലേക്ക് ഫസ്റ്റ് ഹാഫിൽ ഗോൾ വന്നതിൽ പേടിക്കാൻ മാത്രമുള്ള ആളുകൾ ഈ ഒരു ബ്രസീലിൻ്റെ ഫാൻസിലുണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഫാൻസിലുണ്ടെന്നുണ്ടെങ്കിൽ ഓല് ആൻസലോട്ടി ഡെഗോട്ടിൽ നിൽക്കുന്ന കാണുമ്പോൾ മനസ്സിലാകും ഇതൊരു കംബാക്ക് ആണെന്നുള്ളത്. അത് ആ ഒരു വേൾഡ് കപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വൈബ് തന്നു. അത് തന്നെയാണ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടത്. അജാതി ഒരു പെർഫോമൻസ്, അതായത് ഈ ഒരു വേൾഡ് കപ്പിൽ ബ്രസീൽ കാഴ്ചവെച്ചതിലുള്ള ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് ആണ് സെക്കൻഡ് ഹാഫിൽ ജപ്പാനെതിരെ ബ്രസീൽ ഇതാക്കിയതെന്നുള്ളതാണ്. അവിടെ ഓരോ സബ്ബും ക്രൂഷ്യലായിരുന്നു. ഈവൻ ആ ഒരു എൻട്രിക്കിന് പ്ലേയിങ് ടൈം കൊടുക്കണില്ല, ആൻസലോട്ടി പ്ലേയിങ് ടൈം കൊടുക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫിൽ ആദ്യത്തെ സബ്ബ് എന്ന് പറയുന്നത് എൻട്രിക്കായിരുന്നു. ആ എൻട്രിക്കിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ പോലും അവിടെ ഈ ഒരു കളീൻ്റെ വിന്നിങ്ങിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളത് കളി കണ്ട ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഈവൻ ലാസ്റ്റ് ടൈമിലാണ് 90+6 ആ ഒരു ഗോൾ വരുന്നത്. അതുവരെ ഈ ഒരു ആൻസലോട്ടിൻ്റെ ടീമിനെന്ന് പറഞ്ഞാൽ എത്ര ടൈം കളി നടക്കുന്നുണ്ടോ അത്രയും നേരം നമ്മൾ കരുതിയിരുന്നേ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു സിറ്റിൻ്റെയൊക്കെ അവസ്ഥയായിട്ട് മാറും, 22-ലെ സിറ്റിൻ്റെ അവസ്ഥയൊക്കെയായിട്ട് മാറും. അപ്പോൾ അങ്ങനെയൊന്നും ആൻസലോട്ടിനെ അങ്ങനെ തള്ളി പറയാൻ പറ്റൂല. അവിടെ ജപ്പാൻ്റെ മാനേജർ ബ്രില്യൻ്റ് ആകാതിരിക്കാം, പക്ഷേ ഇപ്പുറത്ത് കാർലോ ആൻസലോട്ടിനെ അങ്ങനെ എഴുതി തള്ളാൻ ആർക്കും പറ്റൂല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം
ഇനിയിപ്പോൾ ബ്രസീലിന് മുന്നിലുള്ളത് നോർവേ ആണ്. നോർവേയെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിനെ ജപ്പാനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ഓപ്പണൻ്റ് ആണ്. പക്ഷേ അങ്ങനെ ജയിച്ച് കയറുക എന്ന് പറയുന്നത് ഇവിടെയും കുറച്ച് ടാസ്ക് തന്നെയാണ്. ഏത് ഓപ്പണൻ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു നോർവേൻ്റെ കളി നമ്മൾ ഒരു ഐവറി കോസ്റ്റിനോട് ആണെന്നുണ്ടെങ്കിൽ 2-1 ഇപ്പോൾ നോർവേ ജയിച്ചു വന്നിട്ടുള്ളത്. ഇതാണെന്നുള്ളത്. പിന്നെ നമ്മൾ ഈ ബ്രസീലിൻ്റെ സ്ക്വാഡിൽ കുറച്ച് ജംസ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വേൾഡ് കപ്പിലെത്തിയപ്പോഴൊക്കെ ഫോമായി എന്ന് പറയാം. അതുവരെ ഇവരൊക്കെ നല്ല കളി കളിക്കുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ ആർസണലിൽ നല്ല കളി കളിക്കുന്നുണ്ട്, ന്യൂകാസ്റ്റിൽ നല്ല കളി കളിക്കുന്നുണ്ട്. അല്ലാതെ ബ്രസീലിലേക്ക് വരുമ്പോൾ റയലിൽ നല്ല കളി കളിക്കുന്നുണ്ട്. ബ്രസീലിലേക്ക് വരുമ്പോൾ അവരൊന്നും മിഞ്ഞണില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അതായത് ഗബ്രിയൽ മഗാലസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ബ്രൂണോ ഗോയിമറസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗബ്രിയൽ മാർട്ടിനെല്ലിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വിനീഷ്യസ് ജൂനിയറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വിനീഷ്യസ് ജൂനിയറിൻ്റെ ഒക്കെ ആ ഒരു ഫോം എത്രത്തോളം ഈ ഒരു വേൾഡ് കപ്പിൽ ഈ ഒരു ബ്രസീലിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ക്യാമ്പയിൻ കാണുമ്പോൾ മനസ്സിലാകും. ഇന്നത്തെ മത്സരത്തിലാണെങ്കിൽ പോലും ആ ഒരു വിനീഷ്യസ് ജൂനിയറിൻ്റെ ആ ഒരു എഫേർട്ട് ഗോളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ, ഈ ഒരു വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ഗോളൊക്കെ ആകാൻ സാധ്യതയുള്ളൊരു ഗോളായിരുന്നു ആ ഒരു ഗോൾ എന്ന് പറയുന്നത്. ആ ഒരു ഇതിലൊക്കെ വിനീഷ്യസ് ജൂനിയറിൻ്റെ ആ ഒരു ഫസ്റ്റ് ടച്ചൊക്കെ വളരെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ ബ്രൂണോ ഗോയിമറസ് 4 അസിസ്റ്റാണ് ഈ ഒരു വേൾഡ് കപ്പിൽ ആകെ നേടിയിട്ടുള്ളത്. പക്ഷേ ഇന്നലത്തെ ഫ്രാൻസിൻ്റെ കളിയോട് കൂടി മൈക്കൽ ഒളീസെ 5 അസിസ്റ്റായി. അതായത് ഇന്നലത്തെ 2 അസിസ്റ്റ് ഒളീസയ്ക്ക് നേടാൻ കഴിഞ്ഞു. ഒളീസ ഒരു 32 അസിസ്റ്റ് എങ്ങാനും ഈ സീസൺ ടോട്ടൽ ഒളീസ നേടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഗോയിമറസ് നല്ലൊരു പെർഫോമൻസ് തന്നെ ആ ഒരു മിഡിൽ കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറയുന്നത് മഗാലസിനെ കുറിച്ചിട്ടാണ്. മഗാലസ് ആ ഒരു ഡിഫൻസിലുള്ളത് സത്യത്തിൽ ഇപ്പം നമ്മൾ ഇതിൽ പറഞ്ഞല്ലോ, ആ ഒരു UCL പന്ത് തട്ടിയ UCL ഫൈനലിൽ കളിച്ച 2 സെൻട്രൽ ബാക്സാണ് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ആ ഒരു ഗുണനിലവാരം ആ ഒരു ബ്രസീലിൻ്റെ ഡിഫൻസിൽ കാണാൻ കഴിയുന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ബ്രസീലിൻ്റെ ഗോളിലേക്ക് കയറിയ 2 ഒരു മിഡിലൂടെ വന്ന ഗോളുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു 2 ഗോൾ, അതായത് മൊറോക്കോക്കെതിരെ വീണ ഗോളും ഇന്നലെ ജപ്പാനെതിരെ വീണ ഗോളാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ കസമീറോൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ കസമീറോ സത്യത്തിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല മങ്ങി നിന്നൊരു പ്ലെയറാണ്. ആ ഒരു മൊറോക്കോനെതിരെയുള്ള ആ ഒരു ഗെയിമിൻ്റെ അതേമാതിരിക്കത്തെ ഒരു ഗെയിമാണ് കസമീറോക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ആ ഒരു ഗെയിം മാറി ഫുള്ള് ജപ്പാൻ്റെ ബോക്സിലേക്ക് അങ്ങനെ ക്രോസ് ഇട്ട് അതിൽ തന്നെ കസമീറോ തന്നെ 2 ഗോളുകൾ കൺവേർട്ട് ചെയ്ത മാതിരിക്കായി. ഒന്ന് ആ ഒരു ഗോൾ ലൈൻ സേവ് നടത്തി, മറ്റേത് ഗോളായി. അങ്ങനെ ആ ഒരു ഗോൾ വന്നതോടുകൂടി ആ ഒരു ഇത് മാറി. പിന്നെ കസമീറോ കയറി, ഫാബിനോ ഇറങ്ങിയപ്പോൾ ഒന്നും കൂടി മെച്ചപ്പെട്ടതായിട്ട് പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടാകും. ഫാബിനോ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡ് കപ്പിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ഒരു ഇഞ്ചറി അപ്ഡേറ്റ് ആണ്. അതായത് റാഫീന എനിക്ക് തോന്നുന്നു അടുത്ത കളിയോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റത്തെ കളിയിലൊക്കെ വരും. പക്ഷേ ലൂക്കാസ് പക്വേറ്റ ഇഞ്ചേർഡ് ആയിക്കണ്. അടുത്ത കളി എന്തായാലും പക്വേറ്റയ്ക്ക് നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഇനി ആരെ കളിപ്പിക്കുന്നതാണ്. ഇപ്പോൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ഓപ്ഷൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡേഴ്സൺ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബ്രൂണോ ഗോയിമറസ് കുറച്ച് വേണമെങ്കിൽ ബ്രൂണോ ഗോയിമറസിനെ പക്വേറ്റ കുറച്ച് മേലായിട്ടാണ് കളിക്കല്. അവിടെ ബ്രൂണോ ഗോയിമറസിനെ ഇടാം. അവിടെ ആ ഒരു ബ്രൂണോ ഗോയിമറസിൻ്റെ ആ ഒരു പൊസിഷനിൽ നമുക്ക് വേണമെങ്കിൽ ഡാനിലോ എന്ന് പറയുന്ന ആ ഒരു നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ആ താരത്തിന് ഇറക്കാം. കാരണം അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്നൊരു പ്ലെയറാണ് ഈ ഡാനിലോ എന്ന് പറയുന്നത്. അതെന്താണ്, അല്ലെങ്കിൽ നെയ്മറിനെ ഇറക്കാം ഒരു പൊസിഷനിൽ എന്നുള്ളതൊക്കെ അതൊക്കെ ആഞ്ചലോട്ടിൻ്റെ കയ്യിലാണ്. അല്ലെങ്കിൽ റാഫീനെ ഇഞ്ചുറി മാറി വന്നാൽ ചിലപ്പോൾ റാഫീനെ റൈറ്റ് വിങ്ങിൽ നിന്ന് മാറ്റി അവിടെ റയാനെ തന്നെ കളിപ്പിച്ച് ഇവിടെ ഈ ഒരു പക്വേറ്റിൻ്റെ പൊസിഷനിലേക്ക് റാഫീനെ മാറ്റാനും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആ പക്വേറ്റയ്ക്ക് പകരം നെയ്മറിനെ ഇറക്കും എന്നുള്ളത് കണ്ടന്റ് അറിയണം. നെയ്മറിനെ ഇറക്കാൻ ചാൻസ് ഇല്ല. ഈവൻ നെയ്മറിനെ ഈ ഒരു വേൾഡ് കപ്പിൽ ടോട്ടലായിട്ട് അങ്ങനെ തന്നെയാവും യൂസ് ചെയ്യുക. അതായത് ആ ഒരു സെക്കൻഡ് ഹാഫിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഇറക്കിയാണ് കയറ്റി. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 ഇപ്പം നോർവേനോട് 2 ഗോൾ ഫസ്റ്റ് ഹാഫിൽ അടിച്ചാൽ സെക്കൻഡ് ഹാഫിൽ ചിലപ്പോൾ നെയ്മർ ഇറങ്ങും. ആ ഒരു രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നെയ്മർ പണ്ടത്തെ പോലെ ഒരു സ്റ്റാർട്ടറായി കണ്ടൊന്നും കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ പല ബ്രസീൽ ഫാൻസിനും ഈ ഒരു വേൾഡ് കപ്പ് നേടാനുള്ള സ്കോഡൊക്കെ ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഇന്നലത്തെ ഫ്രാൻസിൻ്റെ കളി കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകൾക്കും ആ ഒരു തോന്നൽ മാറിക്കിട്ടും. ഫ്രാൻസ് അജാദി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ കിലിയൻ എംബാപ്പയും ഈ ഒരു ഒസ്മാൻ ഡെംബേലി അവിടെ മത്സരിച്ച് ഗോളടിക്കണമായിരിക്കും എനിക്ക് തോന്നുന്നത്. അജാദി സ്കോഡാണ്. അവിടെ ഓലെ ടീമിൽ തന്നെ മത്സരമാണ്. പിന്നെയാണ് ഓല് മറ്റ് ടീമിലെ പ്ലേയേഴ്സിനോട് മത്സരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു വേറെ വീഡിയോ ചെയ്യേണ്ടി വരും. സ്വീഡൻ എന്തായാലും പൂത്തി. ഇനി അടുത്തത് മിക്കവാറും മൊറോക്കോ ആകും. മൊറോക്കോനെയും പൂത്തും. എന്തായാലും ആ ഒരു സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഫ്രാൻസ് തന്നെയാണ് ആ ഒരു ഫൈനലിൽ കളിക്കാൻ പോകുന്ന ടീം. ഈ സൈഡിൽ നിന്നുള്ളത് അർജൻറ്റീനയാണോ ബ്രസീലാണോ ഇംഗ്ലണ്ടാണോ എന്ന് അറിഞ്ഞാൽ മതി.
ഏതോ ഒരു പ്രഡിക്ഷൻ പറയണ്ട, മറ്റേ എന്തൊരു കാർട്ടൂൺ പ്രഡിക്ഷൻ ഉണ്ടല്ലോ, അതിൽ പറയുന്നത് ഈ ഒരു പോർച്ചുഗലിലും മെക്സിക്കോ ആണ് ഫൈനൽ വരിക എന്നുള്ളത്. അതിനും ഇവിടെ ചാൻസസ് ഒക്കെ ഉണ്ട്, പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ പോർച്ചുഗലിൻ്റെ സാധ്യത നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോർച്ചുഗലിൻ്റെ അടുത്ത കളി ക്രൊയേഷ്യനോടാണ്. ക്രൊയേഷ്യ എന്ന് പറഞ്ഞാൽ കുഞ്ഞൻ ടീമൊന്നുമല്ല, വേണ്ടി വന്നാലൊരു ടീമിനെ പുറത്താക്കാൻ പറ്റണം. അതായത് കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും മികച്ച പെർഫോമൻസ് നടത്തിയ ഇത് തന്നെയാണ്. അതായത് കഴിഞ്ഞ 18 2-ാം സ്ഥാനത്തും ഈ 22 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജർമ്മനി പുറത്തായിട്ടുണ്ട്. ജർമ്മനിയുടെ ഫസ്റ്റ് കളി കണ്ടപ്പോൾ പല ആളുകൾക്കും തോന്നിയിട്ടുണ്ടാവും ഇപ്രാവശ്യം വലിയ ടീം ഉണ്ടെന്നുള്ളത്. പക്ഷേ കുറസാവോ എന്ന് പറയുന്ന ചെറിയ ടീമിനോട് ഒരു ഗോൾ കൺസീഡ് ചെയ്തിട്ടാണ് ജർമ്മനി അടിച്ചിട്ടുള്ളത് മനസ്സിലാക്കുമ്പോൾ തന്നെ ജർമ്മനീൻ്റെ ആ ഒരു ഇതറിയാം. പിന്നെ പരഗ്വേ എന്ന് പറയുന്നത് അത്ര പരഗ്വയും ജർമ്മനിയാണ് റൗണ്ട് ഓഫ് 32 എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും ജർമ്മനി ഓൾറെഡി കയറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പരഗ്വേനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വിനീഷ്യസ് ജൂനിയറിൻ്റെ പേരിലൊരു റൂളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ആൽമിറോണിൻ്റെ നേരെയാണ് ഫസ്റ്റ് ആയിട്ട് കാർഡൊക്കെ കൊടുത്തുകൊണ്ട് ഇതാക്കി ഉണ്ടായിരുന്നത്, ആ റെഡ് കാർഡ്. അതിനുശേഷം അത് ആ ഒരു തുർക്കിക്കെതിരെയുള്ള മത്സരമാണ്. ആ ആൽമിറോണ് റെഡ് കാർഡ് കിട്ടിയിട്ട് ഒരു ഹാഫ് മൊത്തം ആ ഒരു 10 ആൾക്കാരെ വെച്ച് തുർക്കിക്കെതിരെ പിടിച്ച് നിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ജർമ്മനിക്കെതിരെ ആദ്യ ഗോൾ അടിച്ചതും പരഗ്വേയാണ്, അല്ലാതെ ജർമ്മനി അല്ല. അതിനുശേഷം ജർമ്മനി അടിച്ചു. പക്ഷേ ജർമ്മനിക്ക് 82-ന് ശേഷം ജർമ്മനി പെനാൾട്ടി മിസ്സാക്കുന്നത്, അതായത് ഈ ഒരു ഷൂട്ടൗട്ടിൽ പെനാൾട്ടി മിസ്സാക്കുന്നത് എന്ന് പറയുന്നത് അവേർഡ്സാണ് ആദ്യമായിട്ട്. പിന്നെ വരിക്കായി വന്നു, അങ്ങനെ ലാസ്റ്റ് തായും മിസ്സാക്കി. കാരണം ഈ ഒരു ഷൂട്ടൗട്ടിനൊക്കെ ആയപ്പോൾ ഇതിന് ഒരു റൂഡിഗറിനൊക്കെ കയറ്റിയിട്ടുണ്ട്. ഈവൻ ഞാനൊരു റയൽ മാഡ്രിഡ് ഫാൻ ആയതുകൊണ്ടാകാൻ പറയുന്നത്. പക്ഷേ ആ ടൈമിലൊക്കെ റൂഡിഗർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ താൻ്റെ പകരം റൂഡിഗറാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഗോളായി എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അവേർഡ്സിൻ്റെ കാര്യം ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ അവേർഡ്സിനെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും.